हेलो बच्चों, नमस्कार। आप सभी का एक बार फिर से स्वागत है मेरे यूट्यूब चैनल ई फॉर एजुकेशन में। आज जो हम पढ़ने जा रहे हैं उस पाठ भाग का नाम है मुन्नू की स्वतंत्रता। ये हरिशंकर प्रसाद द्वारा लिखित एक कहानी है। इन्होंने 1949 में हमें स्वतंत्रता मिलने के बाद लिखी थी। तो इस कहानी में मुन्नू अपने माँ से कई सवाल पूछते हैं कि आप कहते हो कि हमें स्वतंत्रता मिल गया, पर आप मुझे किसी काम में स्वतंत्रता नहीं दे रही हो। जब मैं पापा का कलम उठा रहा हूँ तो डांट रहे हो, भैया के पुस्तक से पन्ना फाड़ रहा तो डांट रहे हो, ऐसे आप मुझे क्यों डांट रहे हो। ऐसे करके एक कहानी है। तो हम बिना वक्त गवाए चलेंगे कहानी की ओर। ഹായ് കുട്ടികളെ, നമസ്കാരം. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലായി ഈ ഫോർ എഡ്യൂക്കേഷനിൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് മുന്നൂക്കി സ്വതന്ത്രത. സ്വതന്ത്രത എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. ഇത് ഹരിശങ്കർ പ്രസാദ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ എഴുതിയതാണ്. 1949 നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എഴുതിയ ഒരു രസകരമായ ഹാസ്യകഥയാണ് ഇത്. ഇതിൽ തന്നെ മുന്നൂന്ന് പറയുന്ന കുട്ടി പല കാര്യങ്ങൾക്കും അമ്മ ചീത്ത പറയുമ്പോൾ അവനോട് ചോദിക്കണം, നമ്മൾക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം, എനിക്കൊന്നും ചെയ്യാമ്മ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ചാച്ചാ നെഹ്റുജീന് ഒരു കത്ത് എഴുതേണ്ടതാണ് ഈ കഥ. അപ്പോൾ നമ്മൾക്ക് ഇനി ഒട്ടും സമയം കഴിയാതെ ആ കഥയിലേക്ക് പോവാം. हेलो बच्चों, नमस्कार. आज जो हम पाठ भाग पढ़ने जा रहे हैं उसका नाम है मुन्नू की स्वतंत्रता और इसके रचयिता हैं ഹരിശങ്കർ പ്രസാദ്. ഹലോ കുട്ടികളെ, നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തിൻ്റെ പേരാണ് മുന്നൂ की സ്വതന്ത്രത. ഇത് എഴുതിയിരിക്കുന്നത് ഹരിശങ്കർ പ്രസാദ് എന്ന് പറഞ്ഞ ആളാണ്. तो अब हम पाठ भाग की ओर जाएंगे. माँ, तुम तो कहती हो कि हमें स्वतंत्रता मिल गई, पर मैं जब आज भैया के कोट से फाउंटेन पेन निकाल कर फर्श पर लिखने लगा तब तुम नाराज हो गई और कलम छीन ली. എന്താണ് പറയുന്നത്? മുന്നു അമ്മോട് പറയാണ്, മാ തും തോ കഹത്തി ഹോ കി, നിങ്ങളല്ലേ പറയാറ് ഹമേ സ്വതന്ത്രത മിൽ ഗയി, നമ്മൾക്ക് എന്ത് കിട്ടി, സ്വാതന്ത്ര്യം കിട്ടീന്ന്. पर मैं जब आज भैया के कोट से, പക്ഷെ ഞാൻ ഏട്ടൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിന് ഫൗണ്ടെയിൻ പെൻ നിക്കാൽക്കർ, ഫൗണ്ടെയിൻ പെൻ എടുത്ത് ഫർഷ് പർ ലിഖ്നെ ലഗി, ഞാനിങ്ങനെ ഫ്ലോറിൽ പടിയിലൊക്കെ എഴുതാൻ തുടങ്ങിയപ്പോൾ അല്ലേ. തബ് തും നാരാജ് ഹോ ഗയി, നിങ്ങൾ ദേഷ്യം കാട്ടിയില്ലേ. ഓർ കലം ഛീൻ ലിൻ്റെ, ആ പേന വാങ്ങി വച്ചില്ലേ. ഓർ രാത് കോ ജബ് മേനെ ഗരം ദൂത് നാ പിയ, പിന്നെ രാത്രിയിലോ ഞാൻ ചൂടുള്ള പാല് കുടിക്കാൻ, ഗരം ദൂത് എന്ന് പറഞ്ഞാൽ ചൂടുള്ള പാല്, നാ പിയ അത് കുടിക്കാൻ കൂട്ടാക്കാത്ത. തബ് തുമ്നെ ഡാണ്ട് കായി, എന്നെ വറക്കിട്ടും കൊണ്ട്, പി കുടിക്ക്, നഹി തോ ഏക് തമാശ ലഗേഗ, അല്ലെങ്കിൽ ഒരു അടി വെച്ച് തരും. ഓർ കട്ടോറ മൂസല, പിന്നെന്താണ് ആ ചൂടുള്ള പാൽ നിറച്ച പാത്രൻ്റെ വായിലേക്ക് കുത്തി തിരികിയില്ലേ എന്ന് പറയുകയാണ്. जब मैं सवेरे सड़क पर खेलने चला गया तो तुमने नौकर से पकड़ मंगवाया और कहा सड़क पर गया तो टांगे तोड़ दूंगी, भला ये भी कोई स्वतंत्रता है. എന്നിട്ടെന്താണ് മുന്നു ചോദിക്കുന്നത്, ഞാൻ രാവിലെ സവേരെ എന്ന് പറഞ്ഞാൽ രാവിലെ, സടക് പർ റോട്ടിൽ കളിക്കാൻ പോയിപ്പോൾ, തുമ്നെ നോക്കർ സെ പക്കട മംഗവായ്, വേലക്കാരനെ വിട്ട് ഇന്നെ പിടിച്ചു കൊണ്ടുവന്നു. പക്കട മംഗവായ് എന്ന് പറഞ്ഞാൽ പിടിച്ചുകൊണ്ട്. ഓർ കഹ, എന്നിട്ട് പറഞ്ഞു സടക് പർ ഗയാത്തോ, റോട്ടിലേക്ക് പോയ, ടാങ്കെ തോട് തൂങ്ങി, മുട്ടുകാല ഞാൻ തല്ലി ഓടിക്കും. ടാങ്കെ തോട് തൂങ്ങി എന്ന് പറഞ്ഞാൽ മുട്ടുകാല. ഭല എ ബിക്കോ സ്വതന്ത്രത ഹെ, ഇതിലും വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് മുന്നു ചോദിക്കാണ്. आज सवेरे जब मैंने पैंट पहनने से इनकार कर दिया और कहा मैं पैंट नहीं पहनूंगा, मैं स्वतंत्र हूँ, मैं नंगा ही खेलूंगा, तब तुमने ज़बरदस्ती मुझे पैंट पहना दिया. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ പാൻറ് ഇടാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ, പഹന്നെ സെ ഇൻകാർ കരുതിയ, ഇൻകാർ കരുതിയ എന്ന് പറഞ്ഞാൽ കൂട്ടാക്കാതിരിക്കുക. ഓർ കഹ, ഞാൻ പറഞ്ഞു മേ പാൻറ് നെഹി പഹനൂങ്ക, ഞാൻ പാൻറ് ഇടില്ല, മേ സ്വതന്ത്ര ഹൂ, ഞാൻ സ്വതന്ത്രനാണ്, മേ നങ്കാ ഹി ഖേലൂങ്ക, ഞാൻ അങ്ങനെ പാൻറ്റിനോടാതെ തന്നെ കളിക്കും. തബ് തുമ്നെ ജബർദസ്തി, അപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ച് നിർബന്ധിച്ച്, ജബർദസ്തി എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച്, പാൻറ് പെഹനാദിയ, പാൻറ് ഇടിയിപ്പിച്ചില്ലേ എന്ന് ഒന്ന് ചോദിക്കുകയാണ്. പിന്നെ പറയാണ്, मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा तब तुमने पुस्तक छीन ली और मुझे डांटा, मैंने उसमें से एक ही तस्वीर तो अपने लिए फाड़ी थी. പിന്നെന്താ പറയുന്നത്, ഞാൻ ഭയ്യാക്കി തസ്വീർ, ഏട്ടൻ്റെ ചിത്രങ്ങൾ നിറഞ്ഞ് വലിയ നല്ല തടി കൂടിയ പുസ്തകമൊക്കെ എടുത്ത് ധ്യാൻ സെ ദേഖ്നെ ലഗ, അതിനെ നോക്കുമ്പോൾ
ആ പുസ്തകം നിങ്ങൾ ഇങ്ങനെ തട്ടിപ്പറിച്ചില്ലേ, പുസ്തകം छीन ली എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിച്ചില്ലേ, और मुझे डांटा, എന്നെ ചീത്ത പറഞ്ഞില്ലേ. मैंने उसमें से एक ही तस्वीर तो अपने लिए फाड़ी थी, ഞാനതിനൊരു ചിത്രം മാത്രമല്ലേ എനിക്ക് പറിച്ചെടുത്തുള്ളൂ. फाड़ी थी എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക. मैं जब बाबूजी की दावत की स्याही से अपनी कमीज को रंग कर झंडा बनाने लगा तब तुमने तो तमाचे चढ़ दिए, क्या तुमने मेरे झंडे का अपमान नहीं किया. പിന്നെ പറയാ, ഞാൻ അച്ഛൻ്റെ എന്താണ് മഷിക്കുപ്പി എടുത്ത് ദാവത്ത് കി സ്യാഹി, ദാവത്ത് എന്ന് പറഞ്ഞാൽ ആ കുപ്പിയിലെ മഷി എടുത്ത് എന്താണ് അപ്നി കമീജ് കൊ റങ്കർ, എൻ്റെ ഷർട്ടിനെ നിറം പിടിപ്പിച്ചുകൊണ്ട് झंडा बनाने लगा, ഞാൻ കൊടി ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ തുമ്നെ ദോ ചമാച, എന്നെ 2 അടി വെച്ച് തന്നില്ലേ. തുന്നെ മേരെ झंडे का अपमान नहीं किया, എൻ്റെ കൊടീനെ നിങ്ങൾ അപമാനിച്ചില്ലേ. ജബ് മേ റോനെ ലഗ, എന്നിട്ട് അടി കൊണ്ടിട്ട് ആ കറിയുമ്പോഴോ റോനെ ലഗ, അങ്ങനെ കറിയാൻ തുടങ്ങി. തുമ്നെ ചില്ലാക്കർ കറിങ്ങൾ ഉറക്ക ശബ്ദമിട്ട് പറയും. റോയേകാത്തോ ഏക് തമാച്ച ഓർ ലഗാങ്കി, ഇനി നിലവിളിച്ചാലോ നിങ്ങൾക്ക് ഒരു അടിയും കൂടിയും വെച്ച് തരും. ക്യാ മുझे रोने की भी स्वतंत्रता नहीं है, എനിക്ക് കറിയാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലേ. ടെഹരോ मैं अभी ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖ്തന, അപ്പോൾ തന്നെ നമ്മളുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് കത്ത് എഴുതാൻ പോവാണ്. ആപ് കേത്തേക്ക് സ്വതന്ത്രത മിൽക, നിങ്ങൾ പറയുന്നു സ്വാതന്ത്ര്യം കിട്ടി. കുന്തു മുझे तो रद्दी भर भी स्वतंत्रता नहीं मिली, എനിക്ക് ഒരു തുള്ളി പോലും റദ്ദി ഒരു തുള്ളി പോലും സ്വാതന്ത്ര്യം കിട്ടിയില്ലല്ലോ. ആ തുറണ്ട് അമ്മാക്കോ ലിഖ് ദീജിए, നിങ്ങൾ പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് മറുപടി എഴുതൂ. ജിസ്സേ वो मुझे സ്വതന്ത്രത ദേ ദേ, എന്താണ് എഴുതാൻ പറഞ്ഞേ, എനിക്ക് അമ്മോട് സ്വാതന്ത്ര്യം തരാൻ പറയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കത്ത് എഴുതുകയാണ്. അപ്പോൾ ഈ കഥ നമ്മളുടെ പർസായിഡ്ജി 1949 എഴുതിയ. ആ സമയത്ത് നമ്മളുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച്, എന്താണ് സ്വാതന്ത്ര്യം, അതിനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഹാസ്യ കഥാരൂപത്തിലാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ കഥ ഒക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് മാഷ് വിചാരിക്കുന്നു. അപ്പോൾ നല്ലപോലെ ഈ കഥയൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു വരാം. നമ്മൾക്ക് വീണ്ടും പുതിയൊരു പാഠഭാഗമായി കണ്ടുമുട്ടാം. അതുവരെക്കും നന്ദി, നമസ്കാരം.